എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുജറാത്ത് ടൈറ്റൻസും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ IPL-ലെ 34ാമത്തെ ആവേശകരമായ പോരാട്ടമായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. വിരാട് കോഹ്ലിയെ പ്രകോപിപ്പിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് പോരിനിറങ്ങിയാൽ അദ്ദേഹം ഓപ്പോസിറ്റ് ടീമിനെ ഒരിക്കലും വിജയിക്കാൻ അനുവദിക്കില്ല എന്ന പരമമായ സത്യം ശുഭ്മൻ ഗില്ലിന് മറ്റാരെക്കാളും നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ടോസ് വേളയിൽ വെല്ലുവിളിക്കുകയും ഒടുവിൽ ദയനീയമായി പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്ത ഗില്ലിന്റെ അവസ്ഥ തികച്ചും ഹൃദയഭേദകമായിരുന്നു. മത്സരശേഷമുള്ള ഗില്ലിന്റെ വാക്കുകൾ കേട്ടാൽ ആരുടെയും കണ്ണ് നിറഞ്ഞുപോകും. സായി സുദർശന്റെ വിസ്മയിപ്പിക്കുന്ന സെഞ്ചുറിയുടെ മികവിൽ ഗുജറാത്ത് ടീം 205 റൺസിന്റെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തുകയും RCBക്ക് മുന്നിൽ 206 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം വെക്കുകയും ചെയ്തു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ RCB നിരയിൽ വിരാട് കോഹ്ലി എന്ന ഇതിഹാസം ആഞ്ഞടിച്ചപ്പോൾ ഗുജറാത്ത് ബൌളർമാരുടെ നടുവൊടിയുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. വെറും 44 പന്തുകളിൽ നിന്ന് 81 റൺസ് അടിച്ചുകൂട്ടിയ കോഹ്ലിയുടെ ആ ഉഗ്രരൂപം തന്നെയാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഈ അത്ഭുത വിജയം അനായാസം സമ്മാനിച്ചത്. ഈ പരാജയത്തിനു ശേഷം ശുഭ്മൻ ഗില്ലിന് തന്റെ വികാരങ്ങളെയും കണ്ണീരിനെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ കണ്ണുകളിൽ തോൽവിയുടെ വേദനയും ഞെട്ടലും സ്പഷ്ടമായിരുന്നു. തകർന്ന ഹൃദയത്തോടെ ഗിൽ പറഞ്ഞതിങ്ങനെയാണ്: എന്റെ ടീം എപ്പോഴും വിജയിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾക്കെതിരെ 206 റൺസ് എന്ന വലിയ ടാർഗറ്റ് RCB അനായാസം മറികടന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പിച്ചിൽ 200 കടന്നാൽ വിജയം ഏറെക്കുറെ ഉറപ്പാണ് എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ സായി സുദർശന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിനു ശേഷം ഞങ്ങളുടെ റൺ നിരക്ക് വല്ലാതെ കുറഞ്ഞത് വലിയ തിരിച്ചടിയായി. അതേ വേഗത്തിൽ ബാറ്റിംഗ് തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ കളിയുടെ ഗതി മറ്റൊന്നാകുമായിരുന്നു. പരാജയത്തിൽ നിന്ന് ഒട്ടേറെ പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്നും ഞങ്ങളുടെ ടീം ഇപ്പോഴും ദുർബലരല്ലെന്നും പ്ലേ ഓഫ് റേസിൽ സജീവമായി തന്നെ ഉണ്ടെന്നും ഗിൽ ആത്മവിശ്വാസത്തോടെ കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും വിരാട് കോഹ്ലിയുടെ അമാനുഷിക പ്രകടനത്തെ അദ്ദേഹം തുറന്നു സമ്മതിച്ചു. വിരാട് ഭയ്യായുടെ ബാറ്റ് ശബ്ദിച്ചു തുടങ്ങിയാൽ പിന്നെ അവരുടെ ടീമിനെ തടഞ്ഞു നിർത്തുക എന്നത് വെറും ബുദ്ധിമുട്ടല്ല, തികച്ചും അസാധ്യമാണ്. ഇന്ന് അത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. 81 റൺസ് എടുക്കുന്നതിന് മുൻപ് തന്നെ വിരാട് ഭയ്യായെ പുറത്താക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷേ ഗുജറാത്തിന് ഈ മത്സരം വിജയിക്കാമായിരുന്നു, ഗിൽ തുറന്നു പറഞ്ഞു. ഈ കനത്ത തോൽവിയോടെ പോയിന്റ് പട്ടികയിൽ വലിയ തിരിച്ചടി നേരിട്ട ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോൾ താഴേക്ക് വീണ മുംബൈ ഇന്ത്യൻസിന്റെ സ്ഥാനത്തൊപ്പമാണ് പൊരുതുന്നത്. തങ്ങൾ എന്തിനാണോ അറിയപ്പെടുന്നത് ആ മികവ് പുറത്തെടുക്കാൻ കഴിയാത്തതിൽ പശ്ചാത്താപമുണ്ടെന്ന് പറഞ്ഞ ഗിൽ ഈ മോശം പ്രകടനത്തിൽ തന്റെ പ്രിയപ്പെട്ട ആരാധകരോട് ഹൃദയസ്പർശിയായി ക്ഷമ ചോദിച്ചു. വിരാട് കോഹ്ലി എന്ന രാജാവിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയതിന്റെ നിസ്സഹായത ഗില്ലിന്റെ ഓരോ വാക്കുകളിലും നിഴലിച്ചിരുന്നു. ഈ വലിയ തോൽവിക്ക് ശേഷം ഗുജറാത്ത് ടൈറ്റൻസിന് പ്ലേ ഓഫിലേക്ക് മുന്നേറുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണെന്ന് ഗില്ലിന് തന്നെ വ്യക്തമായി അറിയാം. എന്നാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ശുഭ്മൻ ഗില്ലും സംഘവും ഈ വർഷം IPL പ്ലേ ഓഫിൽ എത്തുമോ അതോ പുറത്താകുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്തറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.